ഓക്കെ.
നമസ്തേ ടു ഓൾ. ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം ലിഫ്റ്റിൽ വരുമ്പോൾ അനില മാം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ക്ലാസ്. അപ്പം ഞാൻ പറഞ്ഞത് തിയറി ക്ലാസ് കുറച്ച് ബോറിംഗ് ആണ്, ആക്ടിവിറ്റീസ് ഓക്കെ. രണ്ടാമത്തെ ദിവസം തൊട്ട്, അന്ന് രാവിലെയാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ ദിവസം തൊട്ട് ആക്ടിവിറ്റി സെഷനും അതുമാതിരി തിയറി സെഷനും നന്നായി എൻജോയ് ചെയ്തിട്ടാണ്. ഞാൻ മാത്രമല്ല, ഫുൾ ടീമും അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനൊരു സെഷൻ ഒരുക്കി തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. ഞാൻ മാമിനോട് നേരിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അതോടെ ഷെയർ ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണ രീതിയിൽ ധാരാളം വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ട്രെയിനിങ്ങുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ ആലോചിക്കുന്നൊരു പ്രധാനമായിട്ടൊരു കാര്യം, റിസോഴ്സ് ടീം എന്ത് ചങ്കൂറ്റമാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മേഖലയിലേക്ക് കടന്നു വരാൻ തയ്യാറായതെന്ന് ആദ്യം തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര ചങ്കൂറ്റല്ല. കാരണം ഒരിക്കലും നമ്മളൊരു പരിധിക്കപ്പുറത്തേക്ക് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തൊരു പ്രീ ഒക്കുപ്പൈഡ് മൈൻഡ് സെറ്റ് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്. അതുകൂടാതെ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ട്രെയിനിങ് സെഷൻസിലെല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് മുഴുവനും ലെക്ചർ മെത്തേഡിലായിരിക്കും. ഇതെങ്ങനെയാണ് നമ്മളെടുത്ത് ആ ക്ലാസ്സിൽ പോലും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പോലും ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കാതെയുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മളെ അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മളെ അത് മനസ്സിലാക്കി തരാൻ അവർ എടുത്തിട്ടുള്ളൊരു എഫേർട്ട് തികച്ചും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ടാണ്. അവരുടെ കോണ്ടന്റ് വൈസ് ആണെങ്കിലും അത് ഡെലിവർ ചെയ്ത മെത്തേഡും അതിൻ്റെ പെഡഗോഗി ടെക്നിക്സും അതിൻ്റെ ഫീഡ്ബാക്ക് സെഷൻസ് ആണെങ്കിലും അതിനുള്ള റിസോഴ്സസ് ആണെങ്കിലും എല്ലാ മേഖലയിലും അവർ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ഈ ഒരു മേഖലയെ ട്രെയിനിങ് മേഖലയെ കാണുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ ട്രെയിനിങ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വിമർശനാത്മകമായി പറയുകയാണെങ്കിൽ ചില സെഷൻസിൽ ഈ ടൈം മാനേജ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ റിസോഴ്സ് ടീമിനുണ്ടാകും. ചില സെഷൻസ് അത്രയും സമയം എടുക്കണമായിരുന്നോ ആ സെഷന് എന്നുള്ള സംശയങ്ങൾ ചില മേഖലകളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ മനസ്സിലാക്കലിൻ്റെ പരിമിതിയാവാം. അതൊഴിച്ചു നിന്നാൽ ബാക്കി ആക്ടിവിറ്റി ആണെങ്കിലും ഗെയിമിഫിക്കേഷൻ ആണെങ്കിലും എങ്ങനെയാണ് കുട്ടികളെ സമീപിക്കേണ്ടത് എന്നുള്ളതും അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള രീതിയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും തീർച്ചയായിട്ടും വി ഹാവ് മെനി ടേക്ക് അവേസ് ഫ്രം ദിസ് സെറ്റ്. ഹായ് എവരിവൺ, എൻ്റെ പേര് ഫൗസി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ BVB പൂച്ചട്ടി സ്കൂളിലെ ടീച്ചറാണ്. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഒരു ഫീഡ്ബാക്ക് തരാൻ നിൽക്കുമ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഫസ്റ്റ് ഇയർ റിസോഴ്സിയോ എന്നൊക്കെയുള്ളൊരു ടീം അവരുടെ ഒരു ക്ലാസ് 4 days റെസിഡൻഷ്യൽ ക്യാമ്പ് എന്നൊക്കെ കേട്ടപ്പോൾ ശരിക്കും അത്ര വലിയ എന്തൂസിയാസ്റ്റിക് ആയിരുന്നില്ല, ഇത്രമാത്രം ഹാപ്പി ആയിരുന്നില്ല. ശരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്, താല്പര്യക്കുറവുണ്ടായിരുന്നു. കോമൺലി ഇതിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ റിസോഴ്സ് എന്ന് പറഞ്ഞ ടീമിനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ജോക്കായിട്ട് പറയും, കുറച്ചിങ്ങനെ എന്തായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പറഞ്ഞ് രസിക്കാറുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെതായ ഒരു ആംബിയൻസ്, പിന്നെ ഞങ്ങൾ 4 days ലേറ്റായിട്ട് പ്രോഗ്രാം പോകുമായിരുന്നേ. അപ്പം അതെല്ലാം അതിൻ്റെ ഇടയിലുള്ള സെഷൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ സെഷൻസ് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ 4 days പോയത് ക്വിക്ലി അതൊക്കെ പോയി. ദെൻ ആക്ടിവിറ്റീസ് മിക്സപ്പ് ആയിരുന്നു. ചില സമയത്ത് ഒരു ഇൻസൈറ്റ്ഫുൾ തോട്ട്സ് നമുക്ക് കിട്ടി. പിന്നെ നല്ല വേവി ആയിട്ട് സാറുമാർ ക്ലാസ് എടുക്കും. പേഴ്സണലി കുറച്ചും കൂടെ ഗ്രോണപ്പ് ആവണം, പേഴ്സണലി കുറച്ചും കൂടെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യണം. പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ആസ് എ ടീച്ചർ, ആസ് എ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ഗ്രോത്ത് കൂടെ നമുക്ക് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും കൂടെ സൈഡ് ബൈ സൈഡ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സാറിന് പറഞ്ഞിരുന്നു. ചില സെഷൻസ്, തെറാപ്പി സെഷൻസൊക്കെ വളരെ രസമായിരുന്നു. കുറച്ചും കൂടി നമുക്ക് കരയാൻ പറ്റി, കുറച്ച് ചിരിക്കാൻ പറ്റി. കുറച്ചും കൂടെ നമുക്കതൊരു എന്താ പറയുക, നമ്മളൊരു വേറൊരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും മൈൻഡിൽ വരാം. പക്ഷെ അത് അനുഭവിച്ചവർക്ക് അത് ഫീൽ ആവും. ദെൻ മോർ ദാൻ ദാറ്റ്
അത് അവർക്കൊരു മൈൻഡിൽ വേണമല്ലോ, നമുക്കിതൊരു എൻഗേജ്ഡ് ആവണം, നമ്മളും കൂടെ അതൊരു വേറെ പെർസെപ്ഷൻസ് ഒന്നും ഇല്ലാണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് റിസോഴ്സ് ചെയ്യുക. അവരുടെ ടീം, അവരുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് ടേമിലെ സിലബസ് പറയാണ്, അവരുടെ മോഡ്യൂൾസ് അവർ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് ഇന്നത് കവർ ചെയ്യണം, ഇന്ന ഭാഗം ഇന്ന സമയത്ത് എടുക്കണം. പിന്നെ ടീച്ചിങ് മെത്തഡോളജി അതൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടും. പ്രോഗ്രാംസ് ഒക്കെ വളരെ റിച്ചായ കുറേ ആൾക്കാർ, റിച്ച് മീൻസ് നോളജ് വൈസ് ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും നമ്മുടെ സറൗണ്ടിങ്സും എൻവയോൺമെൻറ്റും പിന്നെ ഈ നമ്മുടെ ഫിലിപ്പ് സാർ എന്നതിൽ. അപ്പോൾ ആ ഫിലിപ്പ് സാറിൻ്റെ ക്ലാസ് ജനറേഷൻ എക്സ് എങ്ങനെയാണ്, വൈ എങ്ങനെയാണ്, സി എങ്ങനെയാണ്, ആ സിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും ആസ് എ പാരൻ്റ് എന്ന നിലയിൽ കൂടെ നമുക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമ്മളൊന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പാരൻറ്റിങ് എങ്ങനെയായിരിക്കണം. ഈവൻ നമ്മൾ പാരൻസിനെ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഒരു കോൺഷ്യസ് എഫേർട്ടൊക്കെ നമുക്ക് ഇടേണ്ട ആവശ്യത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരും. പക്ഷെ ആ സെഷനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഒരു കമ്മ്യൂണിറ്റി, കുറച്ച് നല്ല മിംഗ്ലിങ്, ഒരു സോഷ്യലൈസേഷൻ, അതൊക്കെ വളരെ അടിപൊളിയാണ്. നല്ല രസമായിട്ടായിരുന്നു എല്ലാതും. അപ്പോൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഓഫ് കോഴ്സ് ഞങ്ങൾ താങ്ക്ഫുള്ളാണ് അത്ര നല്ലൊരു ടീമിനെ തന്നതിന്. ആകെ അത്ര വലിയ ഹാപ്പി ഒന്നും ആയിരുന്നില്ല അത് കേട്ടപ്പം. പക്ഷെ ലേറ്റർ നിങ്ങളിപ്പോൾ 4 days കൂടെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു അവർ തന്ന ഒരു ഹെൽപ്ഫുള്ള്. പിന്നെ ഈ റിസോഴ്സിങ് മെമ്പേഴ്സും വളരെ ജോവിയലാണ്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളുടെ മൈൻഡിനനുസരിച്ച് അവർ നമ്മുടെ താളത്തിനും കൂടെ സെറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും. അവർ പറഞ്ഞത് എന്താ അത് നമ്മളെങ്ങനെ അഡമൻ്റായിട്ട് ഇങ്ങനെ പറഞ്ഞേൽപ്പിക്കില്ലല്ല, നമുക്കത് കൺവിൻസിങ് ആവുന്ന രീതിയിൽ നമുക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, അവർ ആക്സെപ്റ്റ് ചെയ്യും, അതിൻ്റെ ബെസ്റ്റ് വേർഷൻ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടൊരു ബെറ്റർ പാക്കേജ് തന്നെയാണ്. ഒരു ബെറ്റർ നമുക്കൊരു ഈ ഒരു എസ്പെഷ്യലി ഇപ്പം നമുക്ക് വെക്കേഷൻ ആകുമ്പോൾ കുറച്ചൊരു മടി ഉണ്ടാവും വരാൻ, എന്നാലും അതൊരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നണമൊന്നുമില്ല. ഇപ്പോൾ ഒരു ബെറ്റർ പ്ലസ് തന്നെയാണ് ലൈഫിൽ. താങ്ക്സ് ടു റിസോഴ്സ് യുവർ ടീം. ഓൾ ദി വെരി ബെസ്റ്റ്.